അപ്പൊ ഓണമൊക്കെ നമ്മുടെ വീടിന്റെ പടിവാതിൽ വരെ എത്തിയ സ്ഥിതിക്ക് ഇനി ഓണം അങ്ങോട്ട് കളറാക്കിയാലോ. ഞാൻ ഈ മുട്ടൻ ക്യാബേജും കയ്യിൽ പിടിച്ചോണ്ട് നിൽക്കണേ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മോന്റെ സ്കൂളിലെ ഓണ പ്രോഗ്രാം ആണ്. അപ്പൊ അതിന് വീട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം കേട്ടോ. കാര്യങ്ങളല്ല കറികൾ കേട്ടോ. അപ്പൊ ഞാനും അമ്മയും കൂടെ പാതിരാത്രി ഇരുന്ന് ഇതെല്ലാം നുറുക്കി വെക്കലാണ് പരിപാടിയെ. അപ്പൊ ഞാനിവിടുന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞേക്കുന്ന കറികള് മാങ്ങ അച്ചാറും ക്യാബേജ് തോരനും വെള്ളരിക്ക കിച്ചടി പപ്പടമാണ് കേട്ടോ. രാത്രി ഇരുന്ന് ഇതേ ക്യാബേജ് എല്ലാം നുറുക്കി ഒരു വിധം കഴിഞ്ഞിട്ടുണ്ട്. 12-1 മണി അടുപ്പിച്ചായി ഞങ്ങൾ കിടന്നപ്പോ കേട്ടോ. ഞങ്ങളൊരു 150 പേർക്ക് കണക്കാക്കിയിട്ടാണ് കറികൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കില്ലായിരുന്നു, നേരത്തെ കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ രാവിലെ ഇട്ടിട്ട് അതിനുള്ള ബാക്കി പരിപാടികൾ ചെയ്യുവാണ്. ഇത് കിച്ചടിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ഒരു 3-4 സ്റ്റെപ്പ് അരച്ചെടുക്കേണ്ടി വരും, കാരണം അത്രയ്ക്ക് ഉണ്ടല്ലോ. രാവിലെ അമ്മ ഇല്ലാതിരുന്നോണ്ട് ശീതൂട്ടിയെ നോക്കി ഈ കറികൾ കൂടെ വെക്കാൻ ഞാൻ നന്നായിട്ട് പാടുവിട്ടു കേട്ടോ. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്താന്ന് വെച്ചാൽ വെള്ളരിക്ക കിച്ചടിക്കുള്ള കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്രയും കടുക് താളിച്ചെടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം സ്കൂളിൽ നമ്മൾ പായസമായിരുന്നു കൊടുത്തിരുന്നത്. അത് ഒരുപാട് പേര് ഓർത്ത് വെച്ച് കമന്റ് ഇട്ടു. ഒത്തിരി സന്തോഷമുണ്ട്. കിച്ചടിയിൽ കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കാവൂ. എന്നാലേ ആ സ്മെല്ല് എല്ലായിടത്തും വരുള്ളൂ കേട്ടോ. ഇനി ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജ് തോരനാണ്. അതൊരു 1.5 ഇളക്ക് വേണ്ടി വരുവേ. ഇളക്കലും വീടെടുക്കലും കൂടെ നടക്കില്ല ഗൈസ്. കൈ ഒടിയുന്നേ. ഇളക്കി ഇളക്കി എനിക്ക് വയ്യ. അതേ കണ്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുകാർ കല്യാണത്തിനൊക്കെ ഈ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന വെച്ചാൽ നന്നായിട്ട് വരട്ടി വെള്ളം എന്നുള്ള സാധനം ഉണ്ടാവാതെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. എന്നാൽ പിന്നെ പാചകമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ സ്കൂളിലേക്ക് വിട്ടാലോ. ചെയ്തിട്ട് ഇവിടെ പട്ടുപാടൊക്കെ ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഇത് കഴിഞ്ഞ വർഷം മേടിച്ചതായിരുന്നു. ഇപ്പോഴും നമുക്ക് അളവാണ് കേട്ടോ. അപ്പൊ മനസ്സിലാവുമല്ലോ കൊച്ചിന്റെ കഴിപ്പ് എത്രയാണല്ലേ. എനിക്ക് പിന്നെ പണ്ടേ സാരി കൊടുക്കുന്നത് അലർജി ആയിട്ട് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയത്. അമ്മ തന്നെ ഇവിടെ സുന്ദരി കുട്ടിയായിട്ട് സെറ്റിന്റെ സാരിയെ കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി മുഖത്തൊക്കെ തടവി കാണിക്കുന്നുണ്ട്. തൊട്ട് പുറകെ അച്ഛനും ഉണ്ട്. അച്ഛൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് സ്കൂളിലോട്ട് വരുന്നതാണ്. ഞങ്ങൾ സ്കൂളെത്തിയപ്പോഴേക്കും ടീച്ചർമാരെല്ലാം കൂടെ ചേർന്ന് അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞ ഈ അത്തപ്പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എന്റെ കുട്ടിക്കാലത്തൊക്കെ വെളുപ്പാൻ രാവിലെ ഞങ്ങൾ ഓടുമായിരുന്നു തൊടിയിലേക്ക് പൂ പിച്ചാൻ വേണ്ടിട്ട് കേട്ടോ, അത്തപ്പൂക്കൾ ഇടാൻ. ഇപ്പൊ പിന്നെ ആ പൂവൊന്നും ആർക്കും വേണ്ടല്ലോ. പൈസ കൊടുത്ത എല്ലാം കടയിൽ കിട്ടുമല്ലോ അല്ലേ. കുഞ്ഞുങ്ങൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമ്മളും നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും. നമ്മളും എന്തോരം പുള്ളിക്കൂടെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലേ ഇതുപോലെ. സ്കൂളിൽ വന്നപ്പോൾ ചെയ്തോട്ടിക്ക് പുതിയൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത പരിപാടി ഈ വർഷത്തെ ആദ്യത്തെ ഓണസദ്യ വിളമ്പലും കഴിക്കലുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും ഇവിടെ വന്ന് കുഞ്ഞു മക്കള് അത് സന്തോഷത്തോടു കൂടി കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ എന്റെ മക്കളെ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാ കൊല്ലവും ഞാൻ വിചാരിക്കും ഇത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്, ഈ വർഷം ഞാൻ ഒന്നും ഏക്കില്ലെന്ന്. പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങ് എല്ലാം ഏറ്റെടുത്തു പോകും കേട്ടോ. അത് പിന്നെ നമ്മുടെ മക്കളെ പോലെ തന്നെയല്ലേ മറ്റു മക്കളും. അവര് പായസമൊക്കെ കൂട്ടി അങ്ങോട്ട് ഉണ്ണട്ടേന്ന്. ഈ സദ്യ കഴിക്കലൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്നും പറഞ്ഞ് ഞങ്ങളെ പോലും കഴിക്കാൻ സമ്മതിക്കാണ്ട് ദേണ്ട കണ്ടല്ലേ ഒരു കുരിപ്പ് ഇവിടെ വന്നിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നു. ചീതുട്ടിക്ക് പാർക്ക് കണ്ടപ്പോ പിന്നെ ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട. അങ്ങനെ ഒരുവിധം ചെയ്തോട്ടെ അവിടെ പാർക്കിൽ നിന്നൊക്കെ എടുത്തോണ്ട് പിന്നെ പിള്ളേരുടെ 1-2 വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം അടുത്ത പരിപാടി എന്താ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ കേട്ടോ. അതല്ലെങ്കിൽ ഈ ഓണസദ്യയൊക്കെ കഴിക്കുമ്പോ കിട്ടുന്ന ഒരു എന്താ അതിനെ പറയണേ, ഒരു വികാരം അല്ലെങ്കിൽ ഒരു വൈബ്, അതൊന്നും വേറെ കേട്ടോ. ചെയ്തോട്ടെ കിളി കൊത്തുന്ന മാതിരി ഏതാണ്ടൊക്കെ പറക്കിക്കൂട്ടി വയറ്റിലോട്ട് ഇടുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നപാടെ ഞാൻ ഈ കഥകളിക്ക് ഒരുങ്ങിയിരിക്കുന്ന മാതിരി എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചാൽ അത് എനിക്ക് തന്നെ അറിയാൻ വയ്യേട്ടാ. പുതിയ ധാവണി എന്നാ പിന്നെ ഒന്ന് എടുത്തു നോക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.